ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികർക്കെതിരെ ശക്തമായ ആക്രമണമാണ് BLA നടത്തിയത്. 14 പാക് സൈനികരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയുമായി കിഴക്കൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയും ആക്രമണം നടത്തുന്നത്. രാജ്യത്തിലെ ആഭ്യന്തര സംഘർഷം പാക് സർക്കാരിന് വലിയ തലവേദനയാകുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ സോളാനിലും കെച്ചിലും നടന്ന 2 വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് പാക് സൈനികർ കൊല്ലപ്പെട്ടത്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ബോലാനിൽ വെച്ച് സ്ഫോടനത്തിലൂടെ പാക് സൈനികരെ വധിച്ചത്. ആദ്യ ആക്രമണം ബോലാൻ മാച്ചിലെ ഷോർഖണ്ഡ് പ്രദേശത്താണ് നടന്നത്. പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ BLAയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ആക്രമണം നടത്തിയത്. റിമോട്ട് കൺട്രോൾ IED ആക്രമണമാണ് BLA നടത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാൻ, സുബേദാർ ഉമർ ഫാറൂഖ് എന്നിവരുൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്ന 12 സൈനികരും കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണ്ണമായും തകർന്നു. മറ്റൊരു ഓപ്പറേഷനിൽ കെച്ചിലെ കുലാർ ടിഗ്രാൻ പ്രദേശത്ത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ബോംബ് നിർവീര്യമാക്കൽ സ്ക്വാഡിനെ ലക്ഷ്യമാക്കിയാണ് BLA പോരാളികൾ ആക്രമണം നടത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:40 റിമോട്ട് കൺട്രോൾ IED ഉപയോഗിച്ചാണ് ഇവിടെയും ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വക്താവ് ജിയാൻഡ് ബലോച്ച് പ്രതികരണവുമായി രംഗത്ത് വന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിയെ വിദേശ ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ സൈന്യം വാടക കൊലയാളികളല്ലേ എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് ചോദിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം ചൈനയെയും മറ്റും ആശ്രയിക്കുന്ന വെറും സായുധ കൂലിപ്പട്ടാള സംഘമാണെന്നും ബലൂച്ച് വക്താവ് വിമർശിച്ചു. ഓരോ കാലത്തും മാറുന്ന യജമാനന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ നിലപാട് മാറ്റുന്ന സൈന്യം ഒരു ദേശീയ സൈന്യമല്ല, മറിച്ചൊരു വാണിജ്യ സൈന്യമാണ്. ബലൂച്ചിലെ സ്വാതന്ത്ര്യസമര സേനാനികൾ ഈ അധിനിവേശ കൂലിപ്പട്ടാള സൈന്യത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ തീവ്രതയോടെ തുടരുമെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് പ്രഖ്യാപിച്ചു. ബലൂചിസ്ഥാൻ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ്. എന്നാൽ ലാഭം കേന്ദ്ര സർക്കാരും വിദേശ സ്ഥാപനങ്ങളും കൊയ്യുന്നു. എന്നാൽ പ്രാദേശിക ജനത ദാരിദ്ര്യത്തിലും അവഗണനയിലും കഴിയുകയാണെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി വാദിക്കുന്നു. പ്രദേശത്തെ ശക്തമായ സൈനിക സാന്നിധ്യം സംരക്ഷണമായിട്ടല്ല, മറിച്ച് അടിച്ചമർത്തലായിട്ടാണ് ബലൂച്ച് ലിബറേഷൻ ആർമി കാണുന്നത്. ഇത് പ്രാദേശികമായി വലിയ എതിർപ്പിന് കാരണമാകുകയും തുടർച്ചയായ കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടനം നടന്നു. പാകിസ്ഥാൻ്റെ ഈ കിഴക്കൻ നഗരത്തിൽ വ്യാഴാഴ്ചയാണ് സ്ഫോടനം ഉണ്ടായത്. ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ നടന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വാഗ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നഗരമാണ് ലാഹോർ. നഗരത്തിലെ വാൾട്ടൺ എയർബേസിനോട് ചേർന്നാണ് സ്ഫോടനം നടന്നതെന്ന് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 3 തവണയാണ് സ്ഫോടനം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ ലാഹോറിലെ വാൾട്ടൺ റോഡിൽ സ്ഫോടന പരമ്പരകൾ നടന്നതായി പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ മാധ്യമമായ സമ TV റിപ്പോർട്ട് ചെയ്തു. വാൾട്ടൺ റോഡിലെ ഗോപാൽ നഗർ, നസീർബാദ് പ്രദേശങ്ങളിലാണ് സ്ഫോടനം ഉണ്ടായത്. ഈ പ്രദേശങ്ങൾ വാൾട്ടൺ എയർപോർട്ടിന് സമീപത്താണെന്നും സമ TV റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഫോടനത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായി പരക്കം പായുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പുക ഉയരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വാട്സൺ എയർപോർട്ടിന് സമീപം ഇന്ത്യൻ ഡ്രോൺ വെടിവെച്ചിട്ടതായി അതിനിടെ പാക് അധികൃതർ അവകാശപ്പെട്ടു. പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് സമ TVയുടെ റിപ്പോർട്ടിൽ പറയുന്നു. സമ TV റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലാഹോറിലെ അസ്കാരി 5-ന് സമീപം 2 വലിയ സ്ഫോടനങ്ങൾ കേട്ടു. തുടർന്ന് ലാഹോറിലെയും സിയാൽകോട്ടിലെയും നിരവധി പ്രധാന വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചതായി വിമാനത്താവള അധികൃതർ പാകിസ്ഥാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു.